മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ സുരക്ഷ സംബന്ധിച്ച് വലിയ ചർച്ചകളാണ് നടക്കുന്നത്. വയനാട് ഉരുൾപൊട്ടലിന്റെ പശ്ചാത്തലത്തിലാണ് ഈ ചർച്ചകൾ സോഷ്യൽ മീഡിയയിൽ സജീവമായത്. പുതിയ ഡാം വേണമെന്ന് ചിലർ പറയുന്നു, നിലവിലുള്ളത് ശക്തിപ്പെടുത്തണമെന്ന് മറ്റു ചിലർ. ആശങ്ക വേണ്ടെന്ന് അഭിപ്രായമുള്ളവരും ഉണ്ട്. വ്യാജ പ്രചരണങ്ങളും തകൃതിയായി തന്നെ നടക്കുന്നുണ്ട്. ഇതിനെതിരെ ജലവിഭവ മന്ത്രി റോഷി അഗസ്റ്റിൻ മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട്. വ്യാജ പ്രചരണം നടത്തുന്നവർക്കെതിരെ നടപടിയുണ്ടാകുമെന്നാണ് മന്ത്രി പറഞ്ഞത്. പുതിയ അണക്കെട്ട് വേണമെന്നാണ് അദ്ദേഹത്തിന്റെ നിലപാട്. വിശദമായ റിപ്പോർട്ട് പരിസ്ഥിതി മന്ത്രാലയത്തിന് സമർപ്പിച്ചിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു. കോടതിക്ക് പുറത്ത് വിഷയത്തിൽ പരിഹാരം കാണുന്നതിന് ശ്രമിക്കുമെന്നും മന്ത്രി സൂചിപ്പിച്ചിരിക്കുകയാണ്. ഈ വേളയിലാണ് BJP നേതാവ് PC ജോർജ് പ്രതികരണവുമായി രംഗത്തു വന്നത്. മന്ത്രി റോഷി അഗസ്റ്റിനെതിരെ പ്രതികരിച്ച PC മുല്ലപ്പെരിയാർ ഡാം പൊളിച്ചു മാറ്റണമെന്നും ജനങ്ങളുടെ ജീവന് സുരക്ഷ ഉറപ്പാക്കണമെന്നും ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ഡാം പൊട്ടുമോ ഇല്ലയോ എന്നതാണ് നിലവിലെ ചർച്ച. ഭയം വേണ്ട എന്നാണ് മുഖ്യമന്ത്രി പറയുന്നത്. റോഷി അഗസ്റ്റിൻ MLA ആയിരുന്നപ്പോൾ സത്യമുണ്ടായിരുന്നു, മന്ത്രിയായപ്പോൾ അതില്ലാതായി. ഡാമിന് ഒരു കുഴപ്പവുമില്ലെന്നാണ് മന്ത്രി പറയുന്നതെന്നും PC ജോർജ് കൂട്ടിച്ചേർത്തു. 1886 കരാറുണ്ടാക്കി 1895 പണി പൂർത്തീകരിച്ച ഡാമാണ് മുല്ലപ്പെരിയാർ. 130 വർഷം കഴിഞ്ഞു. 50 വർഷത്തിൽ കൂടുതൽ ഒരു ഡാമിനും ആയുസ്സില്ലെന്ന് ശാസ്ത്രലോകം മൊത്തം പറയുന്നു. എന്നിട്ടാണ് മുഖ്യമന്ത്രിയും ജലവിഭവ മന്ത്രിയും ഒരു കുഴപ്പവുമില്ലെന്ന് പറയുന്നത്. എത്രയും വേഗം ഡാം പൊളിച്ചു മാറ്റുകയാണ് വേണ്ടതെന്ന് PC ജോർജ് തുറന്നടിച്ചു. 35 ലക്ഷത്തോളം ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകണം. നിലവിലെ ഡാമിൽ നിന്ന് 1300 അടി താഴെ പുതിയ ഡാം നിർമ്മിക്കാൻ കേരള തമിഴ്നാട് സർക്കാരുകൾ തത്വത്തിൽ തീരുമാനിച്ചതാണ്. സ്ഥലം കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട്. എന്തുകൊണ്ട് അവിടെ പുതിയ ഡാം പണിയുന്നില്ല? തമിഴ്നാടിന് വെള്ളവും കേരളത്തിന് സുരക്ഷയും എന്നതാവണം മുദ്രാവാക്യമെന്നും PC ജോർജ് കൂട്ടിച്ചേർത്തു. തമിഴ്നാട്ടിലെ 5 ജില്ലകളിലെ ജനങ്ങൾക്ക് കുടിക്കാനും കൃഷിക്കും വെള്ളം വേണം. അതുകൊണ്ട് കേരളം വെള്ളം കൊടുത്തേ തീരൂ. എന്നാൽ അതിന്റെ പേരിൽ കേരളത്തിലെ ജനങ്ങളുടെ സുരക്ഷയെ അവഗണിക്കരുത്. ഇടുക്കി, കോട്ടയം, ആലപ്പുഴ, പത്തനംതിട്ട, എറണാകുളം ജില്ലകളിലെ ജനങ്ങളുടെ ജീവൻ അപകടത്തിലാക്കുന്ന രീതിയിൽ ഡാം പൊട്ടിയാലുള്ള സാഹചര്യം വിലയിരുത്തണമെന്നും PC ജോർജ് പറഞ്ഞു. പിണറായി വിജയനും MK സ്റ്റാലിനും ഭായ് ഭായ് എന്നു പറഞ്ഞു നടക്കുന്നു. ഇവർ ഒരു മണിക്കൂർ ഇരുന്ന് സംസാരിച്ചാൽ തീരുന്ന പ്രശ്നമല്ലേയുള്ളൂ. കേരളത്തിലെ ജനങ്ങളുടെ ജീവനും സ്വത്തും സംരക്ഷിക്കണം. ഈ തീരുമാനങ്ങൾ വേഗത്തിൽ എടുക്കണമെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളതെന്നും PC ജോർജ് മാധ്യമങ്ങളോട് പറഞ്ഞു. അതേസമയം മുല്ലപ്പെരിയാർ വിഷയത്തിൽ സുപ്രീം കോടതിക്ക് മാത്രമേ എന്തെങ്കിലും ചെയ്യാൻ സാധിക്കൂ എന്നാണ് ഡാം സുരക്ഷാ കമ്മീഷൻ മുൻ ചെയർപേഴ്സൺ ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായർ പറയുന്നത്. അണക്കെട്ടിൽ എന്ത് സംഭവിച്ചാലും വെള്ളം പെരിയാറിലേക്കാണ് വരികയെന്നും തമിഴ്നാടിന് അപകടമൊന്നും ഉണ്ടാകില്ലെന്നുമാണ് അദ്ദേഹം ഒരു പ്രമുഖ മാധ്യമത്തോട് പറഞ്ഞത്. 2014 സുപ്രീം കോടതി വിധി വന്നിട്ട് 10 വർഷം കഴിഞ്ഞു. അന്ന് സുപ്രീം കോടതി സമിതിയെ നിയോഗിച്ചു. ഡാമിന്റെ സുരക്ഷയെക്കുറിച്ച് പഠിക്കാനും ഡാം ബലഹീനമാണോ എന്ന് പരിശോധിക്കാനും. സാങ്കേതിക വിദഗ്ധരുടെ അഭിപ്രായം പരിഗണിച്ചാൽ ഡാം ബലഹീനമല്ല എന്നും അറ്റകുറ്റപ്പണി നടത്തിയതാണെന്നും സുരക്ഷിതമാണെന്നും അപകടമില്ലെന്നുമാണ് സമിതി പറഞ്ഞത്. അതുകൊണ്ട് ഡാമിന് എന്തെങ്കിലും മാറ്റം വരുത്തണമെങ്കിൽ അത് സുപ്രീം കോടതി വിധിയിലൂടെ മാത്രമേ സാധിക്കൂ. കാരണം സുപ്രീം കോടതി വിധിയാണ് ആ ഡാമിന്റെ ഇപ്പോഴത്തെ നിലനിൽപ്പിന് കാരണമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ഏതായാലും ഡാമിനെ കുറിച്ചുള്ള ആശങ്ക ഈ അടുത്ത കാലത്തൊന്നും അവസാനിക്കില്ല. ചർച്ചകളും സംവാദങ്ങളും തുടർന്നുകൊണ്ടേയിരിക്കും.